ആഹാര ശൃംഖലാജാലം ഫുഡ് വെബ്. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം. ആഹാര ശൃംഖല ഫുഡ് ചെയിൻ. ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല. ഉദാഹരണം: പുല്ല്, പുൽച്ചാടി, കോഴി, കുറുക്കൻ, കഴുകൻ. എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്ന ജീവി വിഭാഗം സസ്യങ്ങൾ അല്ലെങ്കിൽ ഉൽപ്പാദകർ. സമുദ്രം എന്ന ആവാസവ്യവസ്ഥയിലെ ഉൽപ്പാദകർ പ്ലവകങ്ങൾ. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. ആവാസം ഹാബിറ്റാറ്റ്. നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാടാണ് ആവാസം. ഉദാഹരണം: വയൽ, പുൽമേടുകൾ, മരുഭൂമി, ധ്രുവപ്രദേശം, കണ്ടൽക്കാടുകൾ, സമുദ്രം, വനങ്ങൾ. ഒരാവാസത്തിൽ ജീവികൾക്ക് നിലനിൽക്കാൻ ആവശ്യമായ ജീവീയവും അജീവീയവുമായ ഘടകങ്ങളുണ്ടാകും. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ കാണപ്പെടുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ഒരു അധിനിവേശ മത്സ്യം ആഫ്രിക്കൻ മുഷി. ജലാശയത്തിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. ഇത് നമ്മുടെ ജലാശയങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാണ്. ആഗോള കടുവാ ദിനം ജൂലൈ 29. ഇന്ത്യ ഗവൺമെൻറ് പ്രോജക്റ്റ് ടൈഗർ പദ്ധതി കൊണ്ടുവന്നത് 1973 ഏപ്രിൽ 1. പ്രകാശ സംശ്ലേഷണം. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജത്തിൻ്റെ സഹായത്താൽ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളിലെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ ഗ്ലൂക്കോസ്, ഓക്സിജൻ. എല്ലാ ജീവികളും സസ്യങ്ങൾ ഉൾപ്പെടെ ശ്വസനത്തിനായി ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ. ശ്വസനഫലമായി എല്ലാ ജീവികളും സസ്യങ്ങൾ ഉൾപ്പെടെ പുറന്തള്ളുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന അന്തരീക്ഷ വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകം ഹരിതകം. സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങൾക്ക് നിറം കൊടുക്കുന്ന വർണ്ണകങ്ങൾ: ചുവപ്പ് നിറം ആന്തോസയാനിൻ, ഓറഞ്ച് നിറം കരോട്ടിൻ, മഞ്ഞ നിറം സാന്തോഫിൽ. അന്തരീക്ഷവായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിനും പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതിനും സഹായിക്കുന്ന ഇലകളിലെ സൂക്ഷ്മ സുഷിരങ്ങൾ സ്റ്റൊമാറ്റ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഓക്സിജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം കാർബൺ ഡൈ ഓക്സൈഡ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം ആർഗൺ. എപ്പിഫൈറ്റുകൾ. വാസസ്ഥലത്തിനായി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ. ഇവയിലെ ചെറിയ വേരുകൾ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാനും കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാനും സഹായിക്കുന്നു. ഉദാഹരണം: ഓർക്കിഡുകൾ, മരവാഴ. അർദ്ധപരാതങ്ങൾ. ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെ അർദ്ധപരാതങ്ങൾ എന്ന് പറയുന്നു. ഉദാഹരണം: ഇത്തിൽക്കണ്ണി, ചന്ദനം. പൂർണ്ണപരാതങ്ങൾ. ആതിഥേയ സസ്യത്തിൽ നിന്നുള്ള പോഷകഘടകങ്ങളെ വലിച്ചെടുക്കാൻ കഴിയുന്ന സസ്യങ്ങളെ പൂർണ്ണപരാതങ്ങൾ എന്ന് പറയുന്നു. ഉദാഹരണം: മൂടില്ലാത്താളി, റഫ്ലേഷ്യ.